നമസ്കാരം. കഴിഞ്ഞ ദിവസം കേരളത്തിലെ അടക്കം കോൺഗ്രസ് പേജുകൾക്കൊക്കെ വലിയ ഉത്സവമായിരുന്നു. അവർ ഒരു ചിത്രം ഇട്ടിട്ട് അവർ അറുമാദിച്ച് ചിലരൊക്കെ അങ്ങ് രതിമൂർച്ച കൊള്ളുകയായിരുന്നു. ഈ ലക്ഷദ്വീപിലൊക്കെ AI പറ്റിയൊന്നും അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ആ അറിവ് അവിടെയുള്ള ജനങ്ങൾക്ക് ഉണ്ടായിട്ടില്ലേ എന്ന് പോലും നമുക്ക് സംശയം തോന്നും. കാരണം താണ്ഡവം താത്ത എന്നൊക്കെ സോഷ്യൽ മീഡിയ വിളിക്കുന്ന ആ സ്ത്രീ വരെ ഈ ചിത്രമിട്ട് അർമാദിക്കുന്ന കാഴ്ച കാണുകയുണ്ടായി. അവർ ഒരു സിനിമയൊക്കെ സംവിധാനം ചെയ്തിട്ടുള്ള വ്യക്തിയാണ് എന്നാണ് പറയുന്നത്. പക്ഷേ എന്നിട്ടും ഒരു AI ചിത്രം കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റാത്ത അത്രയും വിവരമില്ലാത്ത ഒരു സ്ത്രീയാണോ എന്ന തരത്തിൽ വരെ അതിന് താഴെ നിരവധി കമൻറ്റുകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഒരു AI ചിത്രമാണ് എന്ന് മനസ്സിലാക്കാൻ ഒരുപാട് തല പുണ്ണാക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റിലെ നടപടികൾ ഒരു തവണയെങ്കിലും കണ്ടിട്ടുള്ളവർ നമുക്കറിയാം. അവിടെ ലോകസഭാ TVയും രാജ്യസഭാ TVയൊക്കെ ഉണ്ട്. അതിലൂടെയാണ് അവർ കൊടുക്കുന്ന ചിത്രങ്ങളാണ് മറ്റ് ചാനലുകൾ, ദൂരദർശൻ അടക്കമുള്ളവർ നമുക്കായിട്ട് സംപ്രേഷണം ചെയ്തു തരുന്നത്. നമ്മൾ ഒരു തവണയെങ്കിലും ആ പാർലമെൻറ്റ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. പാർലമെൻറ്റിലെ സീറ്റൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ രീതിയിലല്ല. ആളുകൾ നടന്നു വരുന്ന, അതായത് MPമാരും മന്ത്രിമാരും ഒക്കെ നടന്നു വരുന്ന ആ വഴിക്ക് കുറുകയായിട്ടാണോ പ്രധാനമന്ത്രിക്ക് സീറ്റ് വെക്കുന്നത്? ഒരിക്കലുമല്ല. അവിടെ പോയി നിന്നിട്ട് പ്രധാനമന്ത്രിയുടെ മുഖത്തിനടുത്ത് വിരൽ ചൂണ്ടി സംസാരിക്കുന്ന രാഹുൽ ഗാന്ധിനെയൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. തിരിച്ച് മോദിയും അങ്ങനെ നിൽക്കുന്നുണ്ട്. മോദിയും രാഹുലും നേർക്കുനേർ, ഒരേ ഒരു രാഹുൽ ഗാന്ധി സിംഹം, പുലി, അങ്ങനെ കുറേ ക്യാപ്ഷൻ, വായി തോന്നുന്ന ക്യാപ്ഷനൊക്കെ ഇട്ടിട്ടാണ് ഇവരിത് വെച്ചിട്ട് അർമാദിക്കുന്നത്. മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ പാർലമെൻറ്റിൽ ഇതുപോലെ ക്യാമറമാന്മാർക്ക് അകത്ത് കയറി പ്രവേശനമൊന്നുമില്ല. ഇങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് ഒരു ചാനലുകൾക്കും അതിനകത്ത് പ്രവേശനമില്ല, അതിനകത്ത് അവരെ കയറ്റത്തുമില്ല. ഇവിടെ ഈ ചിത്രം ഒറിജിനലാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ക്യാമറകളുടെ ചെറിയ സ്ക്രീനിൽ പോലും അവർ ആ ചിത്രം രണ്ടാമത് ഒരിക്കൽ കൂടി ഓരോ തവണ കൂടി അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതായത് കാണുന്നവർക്ക് തോന്നണം ഇതൊരു ഒറിജിനൽ ചിത്രമാണ് എന്ന് തോന്നണം. പക്ഷേ നമ്മുടെ പാർലമെൻറ്റിനകത്ത് ഇതുപോലെ ക്യാമറയും തൂക്കിക്കൊണ്ട് ആരെയും കയറ്റിവിടില്ല എന്നത് ഇതിനെപ്പറ്റി അറിയാവുന്നവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇനി പ്രധാനമന്ത്രിയാവാൻ പറ്റില്ല എന്ന ആ ഇച്ഛാഭംഗത്തിൽ ആകെ പ്രാന്തായിട്ട് നടക്കുന്ന രാഹുൽ ഗാന്ധിക്കും കൂട്ടർക്കും ഇങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ഒരു ആത്മനിർവൃതി അടയണ്ടേ, രതിമൂർച്ച കൊള്ളണ്ടേ, അതിനു വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. പക്ഷേ ചിലരൊക്കെ ഇതുപോലെ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയ ചിത്രമാണ് എന്നറിഞ്ഞിട്ട് തന്നെ അവരതങ്ങ് പോസ്റ്റാക്കുന്നു, ഷെയർ ചെയ്യുന്നു. എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് നിർവൃതി അടയാൻ വേണ്ടി ഒരു ശ്രമം നടത്തി നോക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിനെ തുടർന്ന് നിരവധിയായിട്ട് ട്രംപിൻ്റെ മുന്നിൽ രാഹുൽ ഗാന്ധി വിരൽ ചൂണ്ടി നിൽക്കുന്നതടക്കം വേറെ ഓരോരുത്തരുടെ പേരിലും ഓരോരുത്തരുടെ ചിത്രവും വെച്ചിട്ട് നരേന്ദ്രമോദിക്ക് മുന്നിൽ നിൽക്കുന്ന തരത്തിൽ ഓരോ ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഇതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഇതൊക്കെ ആധികാരികമാണ് എന്ന തരത്തിൽ ഷെയർ ചെയ്ത കോൺഗ്രസിൻ്റെ പേജുകളും ഇപ്പോഴും താണ്ഡവം താത്ത അത് ഡിലീറ്റ് ചെയ്തിട്ടില്ല എന്നോർക്കണം. ഈ ചിത്രം സത്യമാണ് എന്ന് കരുതി അവരിപ്പോഴും അവരുടെ പോസ്റ്റിലിട്ടിരിക്കുക. അതിലെ 99% കമൻറ്റുകളും ഈ സ്ത്രീക്ക് വിവരമില്ലേ, ഇത് കൃത്യമായിട്ട് ഉണ്ടാക്കിയതാണ്, AI ചിത്രമാണ് എന്ന തരത്തിൽ കമൻ്റ് ഇട്ടിട്ടും അവരത് കണ്ടിട്ടും അവർ ആ ചിത്രം അവിടെ തന്നെ ഇട്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഈ രാജ്യത്ത് സ്വയംഭോഗം പാപമൊന്നും അല്ലല്ലോ. അപ്പോൾ അങ്ങനെയെങ്കിലും രതിമൂർച്ച അടഞ്ഞോട്ടെ ഇതുപോലുള്ള കുറേ ആളുകൾ എന്നായിരിക്കാം ഒരുപക്ഷെ ഇത് കാണുന്ന സാമാന്യ ബോധമുള്ള ആളുകൾ വിചാരിക്കുന്നത്. അല്ലാതെ ഇത്തരം പ്രവൃത്തികൾക്കൊക്കെ എന്ത് കൂടുതൽ പറയാനാണ്?